അവരുടെ സപ്പോർട്ട്. ചില നടന്മാരും ചില ആളുകളെയൊക്കെ പറയാറ് അത് ചിലവര് പൃഥ്വിരാജിനൊക്കെ വെറുതെ പറയണം. തലയൊട്ടിയെടുത്തു, ഒരു തലയൊട്ടി എനിക്ക് വന്നു, അതിൽ പാലൊഴിച്ചു വന്നു, എന്നിട്ട് ആളുകൾ പൂജ തുടങ്ങി. ഒരു ഓം എന്നൊക്കെ പറയുമ്പോഴേ നമ്മളൊക്കെ ഇവിടുന്ന പറയാ, ആള് ഇവിടുന്ന പറഞ്ഞ ആള് സൗണ്ട്. ശ്മശാനത്തിന്റെ അവിടെ എത്തി, ഗേറ്റ് കണ്ടു ശ്മശാനം. ഗേറ്റ് ഒന്ന് ഇങ്ങനെ പിടിച്ച് ഞങ്ങൾ 4 പേരുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അടുത്തത്. അപ്പോൾ അവസാനം ഞാൻ പറഞ്ഞു തിരിച്ചു പോകാന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞാൻ തിരിയുമ്പോൾ അവിടെ സൗണ്ട് കിട്ടും. അപ്പം ചെന്നിൽ പറഞ്ഞു അവിടെ ഒരാളിരിക്കുന്നുണ്ടോ. എനിക്ക് ഭയങ്കര ശ്മശാനത്തിൻ്റെ മണം ഭയങ്കരമായിട്ട് പഴയ മലയോരിക്കും. അത് പറയണമെന്നുണ്ട്. അപ്പം അടുത്തിരിക്കണ എന്നോട് പറയാൻ നല്ല മണം വരുന്നുണ്ടോ ശ്മശാനത്തിൻ്റെ. ആ സമയത്ത് ഒരു ചാര എൻ്റെ നാവിലൊന്ന് വീണു. ഞാൻ ചെല്ലപ്പോൾ ആ വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ പറ്റിയില്ല. അതെൻ്റെ ഒരു പരാജയമായിരുന്നു. ഞാൻ ആദ്യമായിട്ടൊന്ന് പുറത്തേക്ക് പറഞ്ഞു തുടങ്ങിയതാണ്. ഫസ്റ്റ് അടി പരാജയമാണ്. നമ്മൾ യൂറോപ്പ്, USA അവിടെയെങ്കിലും പോകുമ്പോൾ അവിടെ ചില എനർജികളുണ്ട്. ആ എനർജികളുടെ സപ്പോർട്ടിലാണ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല സ്പിരിച്വലി. അവിടെ അതിലൊരു എനർജിയാണ് ഞാൻ പറഞ്ഞ ഇലുമിനാറ്റി എനർജി. ഓക്കെ, അങ്ങനെ വ്യത്യസ്തമായ ഒട്ടനവധി യാത്രകൾ, ഇതെല്ലാം ആത്മീയതയുടെ പിന്നാലെയാണ്, ഉദ്ദേശങ്ങളനുസരിച്ച് പോകുന്നു. അതിൽ ഇപ്പം ഒരനുഭവം പറഞ്ഞു, മറ്റൊരനുഭവം പറഞ്ഞാൽ ഒരു തിരിച്ചടി കിട്ടിയിട്ടുള്ള യാത്രകൾ ഇതിലൂടെ പോയ കാര്യം നടക്കാതെ മടങ്ങി വരേണ്ടി വന്ന അങ്ങനെയുള്ള എന്തെങ്കിലും? അത് 2016 പിന്നെ ഒന്നും എല്ലാം നടന്നു. 2016 അന്ന് എല്ലമാർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അന്ന് ജസ്റ്റ് 2016 തൊട്ടാണ് ഞാൻ പുറത്തേക്ക് സംസാരിച്ചു തുടങ്ങി. നമ്മൾ കേരളത്തിൽ ഇപ്പോഴാണ് സംസാരിച്ചു തുടങ്ങിയിട്ടുള്ളത്, ഒരു കൊല്ലമായിട്ട്. 2016 തമിഴ് ചാനലുകളൊക്കെ സംസാരിക്കേണ്ടായിരുന്നു. 2020 വരെയൊക്കെ തമിഴിൽ സംസാരിക്കും. അപ്പോൾ ആ 2016 സംസാരിച്ചപ്പോൾ കുറേ ആൾക്കാർക്ക് എന്നെ അറിഞ്ഞു തുടങ്ങി. അവർ പ്രാർത്ഥിക്കാൻ പറഞ്ഞ് വിളിച്ചു തുടങ്ങി. അങ്ങനെ ഒരു കൂട്ടായി. അപ്പോൾ എല്ലമാർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ലണ്ടനിലേക്ക് എന്നെ വിളിച്ചു. ഞാൻ ലണ്ടനിൽ പോയി അവരുടെ വീടുകളൊക്കെ തിരിച്ചു വരുമ്പോൾ അവർ പറഞ്ഞു അവിടെ ഒരു അമ്പലമുണ്ട്, അമ്പലത്തിൽ മുരുകാൻ്റെ ഒരു വിഗ്രഹം പ്രതിഷ്ഠിക്കണം, അപ്പോൾ പഴനിയിൽ പൂജിച്ച് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. നമ്മൾ തീർച്ചയായും ചെയ്യാം എന്ന് പറഞ്ഞു. അവരെന്നെ പേ ചെയ്തു കേട്ടോ. മറ്റേ വിഗ്രഹത്തിൻ്റെ കാശൊക്കെ തൃശ്ശൂർ ചെയ്ത് നമ്മൾ പഴനിയിലത്തെ ചിലവ് അവരത് മേടിച്ചില്ല, നമ്മൾ ചെയ്ത് തിരിച്ച് വിഗ്രഹം അയച്ചു. ഞാനും അങ്ങോട്ട് പോയി. അതിൻ്റെ ഇടയിൽ ഉണ്ടായൊരു വിഷയം എന്ന് വെച്ചാൽ ആ കമ്മിറ്റിക്കാർ തമ്മിൽ വഴക്കായി. അവിടുത്തെ വേറെ എന്തോ ഒരു വിഷയത്തിൽ വഴക്കായി. അപ്പോൾ ഒരു കൂട്ടരാണ് കാശ് ഇറക്കിയിരിക്കുന്നതിന്, മറ്റേ കൂട്ടർ ഇറക്കിയില്ല. അപ്പോൾ അവർ ഇവിടെ വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വഴക്കായി. ഞാൻ ചെല്ലപ്പോൾ ആ വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ പറ്റിയില്ല. അതെൻ്റെ ഒരു പരാജയമായിരുന്നു. ഞാൻ ആദ്യമായിട്ടൊന്ന് പുറത്തേക്ക് പറഞ്ഞു തുടങ്ങിയതാ. ഫസ്റ്റ് അടി പരാജയമാണ്. തിരിച്ച് ഞാൻ ആകെ വിഷമിച്ചിട്ട് വന്നു. ഒരു 6 മാസത്തേക്ക് ഒന്നും ഇല്ലാണ്ട് ഒരു വിഗ്രഹം എന്ത് ചെയ്തു? അവർക്ക് കൊടുത്തു. കാശ് കൊടുത്ത ആൾക്കാർക്ക് അവരുടെ കയ്യിൽ കൊടുത്ത് ഞാൻ തിരിച്ചു വന്നു. പ്രതിഷ്ഠിക്കാൻ പറ്റിയില്ല, തിരിച്ചു പോന്നു. ഞാൻ ആകെ ഡെസ്പായിച്ചിരിക്കുക. അത് കുറച്ച് എന്താ പറയുക, നമ്മൾ ഈ കടലിലെ ആഴങ്ങളിലേക്ക് ഇറങ്ങി പോകാന്ന് പറയുന്ന ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ അവിടെ നിന്ന് എനിക്ക് കുറേ അറിവുകൾ കിട്ടി. ചിലപ്പോൾ അങ്ങനെയാണ്, കടലിൻ്റെ അടിയിലേക്ക് പോയാൽ നമുക്ക് ചില മുത്തുകൾ കിട്ടും. അത് ആ മുത്തുകൾ എടുത്ത് ഞാൻ പുറത്തു വന്നു. അവിടെയാണ് ഞാൻ ആ ഒരു പുസ്തകത്തിൽ നിഗൂഢ അറിവുകൾ എന്ന് പറഞ്ഞൊരു അധ്യായം എഴുതിയിട്ടുണ്ട്. നമ്മൾ യൂറോപ്പ്, USA അവിടെയെങ്കിലും പോകുമ്പോൾ അവിടെ ചില എനർജികളുണ്ട്. ആ എനർജികളുടെ സപ്പോർട്ടിലാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല സ്പിരിച്വലി. അത് ഭയങ്കര ശ്രദ്ധിക്കേണ്ട. അതിലൊരു എനർജിയാണ് ഞാൻ പറഞ്ഞ ഇലുമിനാറ്റി എനർജി. അവിടെ നമ്മൾ വിജയിക്കാൻ എളുപ്പമല്ല. അവരുടെ ചില നടന്മാരും ചില ആളുകളെയൊക്കെ പറയാറുണ്ട്. അത് ചിലവര് പൃഥ്വിരാജിനൊക്കെ വെറുതെ പറയണ ആള് അത് ട്രോളായിട്ട് എടുത്തിട്ട് സംസാരിക്കണത്. ആളെ ലൂസിഫർ ചെയ്ത കാരണം ആളോട് ചോദിക്കുമ്പോൾ ആള് ട്രോളായിട്ട് ആള് തിരിച്ചു മറുപടി പറയണം. അതൊന്നല്ല. പക്ഷെ ആ എനർജി എടുത്ത കുറെ ആൾക്കാരുണ്ട്. ഇപ്പം സർ ആർതർ കോണൻ ഡോയൽ ഒരു ഉദാഹരണം, ഷെർലക് ഹോംസിന്റെ എഴുതിയ അതിന്റെ ഹിസ്റ്ററി പരിശോധിച്ച് പോയിക്കോളോ, അദ്ദേഹത്തിന്റെ ഒരാളാണ്. അങ്ങനെ കുറെ ആൾക്കാർ, ഞാൻ പേര് പറയുന്നില്ല, നമ്മൾ അറിയണതും അറിയാത്തതായ കുറെ ആൾക്കാരുണ്ട്. അവർ ഈ എനർജി എടുത്തിട്ടാണ് അവിടെ വിജയിച്ചിട്ടുള്ളത്. അപ്പോൾ ആ എനർജിയുടെ ഒരു എതിർപ്പ് ഉണ്ടാവും എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ പിന്നെയും ഭഗവാൻ 2 ഡ്യൂട്ടിക്ക് യൂറോപ്പിലേക്ക് തന്നെയാണ് അയച്ചത്. എനിക്കറിയാം എളുപ്പമല്ല എന്ന്. പക്ഷെ അവിടെ പരാജയപ്പെട്ടാൽ ഞാൻ കഴിഞ്ഞേനെ. പിന്നെ ഞാൻ പറഞ്ഞതൊന്നും നടക്കരുതില്ല. പക്ഷെ അവിടെ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ഭഗവാന്റെ അനുഗ്രഹത്തിൽ വിജയിച്ച് 2. അതിന് ശേഷമാണ് ഭഗവാൻ ഇവിടുത്തെ ഡ്യൂട്ടികൾ ചെയ്യാൻ തുടങ്ങി. കാരണം അവിടെ പൊളിച്ചാലാ വേൾഡിൽ മുരുക എനർജി വരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവിടെ അത് ചെയ്യിച്ചു. പിന്നെയാണ് ഇവിടെ ചെയ്യിച്ചു തുടങ്ങിയത്. അപ്പൊ അത്ര ഒരു വട്ടം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് ബാക്കിയെല്ലാം വളരെ സഹായിച്ചു. ഞാൻ പറഞ്ഞല്ലോ എളുപ്പമല്ല, അടി കിട്ടാറുണ്ട്, വീഴാറുണ്ട്, പക്ഷെ നെറ്റുമായി സഹായിച്ച് വിജയിക്കാറുണ്ട്. ഇത്രയൊക്കെ സംസാരിക്കുമ്പോൾ എനിക്കൊരു ചോദ്യം ചോദിക്കാതെ പോകാൻ പറ്റില്ല. കുടുംബത്തിന്റെ ഒരു സപ്പോർട്ട് ഉണ്ടോ? ഇല്ലെങ്കിൽ നിൽക്കാൻ പറ്റുമോ? ഇപ്പോഴത്തെ കാര്യം വിട്ടോ. ഇപ്പോഴത്തെ കാര്യം എല്ലാവരും എന്നെ അറിയുമ്പോൾ ബഹുമാനിക്കണു. ഉയർന്ന ആൾക്കാർ. എനിക്ക് എന്നെ കുറിച്ച് അറിയാം എത്രത്തോളം ഉണ്ടെന്ന്. അപ്പൊ ഞാൻ തന്നെ അത്ഭുതത്തോട് നോക്കും, ഇവരൊക്കെ എന്തിനാ എന്നെ ബഹുമാനിക്കണം. ഞാൻ അതിന് അത്രേ ഉള്ളൂ ഞാൻ. അപ്പോൾ ഇപ്പോൾ വീട്ടുകാരുടെ സപ്പോർട്ട് നോക്കല്ല. പക്ഷെ ഇതൊന്നും ഇല്ലാത്തൊരു 10-15 കൊല്ലം ഉണ്ടായിരുന്നു. ഞാൻ യാത്ര പോണതും അന്ന് ഇങ്ങടെ പോണേന്ന് ചോദ്യം ചോദിച്ചാൽ കഴിഞ്ഞു. അതങ്ങനെ ഉണ്ടായില്ല. അത് എൻ്റെ ഭാര്യയുടെയും അമ്മയുടെയൊക്കെ ഒരു സ്നേഹം. ഓക്കെ,
ഈ യാത്രകളിൽ നമ്മുടെ ചാനലിൽ പലപ്പോഴും പ്രതിപാദിച്ചു പോകുന്നതിൽ പ്രേക്ഷകർക്ക് താല്പര്യമുണ്ട് എന്ന് തോന്നിയിട്ടുള്ള വിഷയമാണ് ഈ അഘോരി സന്യാസിമാരെ പറ്റി. അഘോരികളുമായി കണ്ടുമുട്ടാനോ സംസാരിക്കാനോ ഒക്കെ സാധിച്ചിട്ടുണ്ടോ? ഒരു വട്ടം എൻ്റെ ജീവിതത്തിലുണ്ടായത് 2010 ആ സമയങ്ങളിലാണ്. എനിക്കൊരു ഭഗവാന്റെ ഡയറക്ഷൻ വരികയാണ്, ശിവരാത്രിക്ക് രാമേശ്വരം പോകണം, രാത്രി അഗ്നിയായിട്ട് ബന്ധപ്പെട്ടൊരു സ്ഥലത്തിരുന്ന് ഭഗവാനെ പൂജിക്കണം, ഭഗവാന്റെ അനുഗ്രഹം കിട്ടും. ഞാൻ സാധാരണ ചെയ്യണ പോലെ പഴനിയിലെത്തി സെന്തിലിനോട് പറഞ്ഞു. സെന്തിലാണ് നമ്മുടെ അന്നത്തെ ഒരു 10 വർഷത്തോളം ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. യാത്ര ചെയ്തു, അവർ സംസാരിച്ചു. അപ്പോൾ രാമേശ്വരം പോകാം, ബാക്കി അവിടെ നിന്ന് നോക്കാം. സെന്തിലിനെ അറിയില്ല, അഗ്നിയുടെ സന്ദർഭം അറിയില്ല. അവിടെ ചെന്നു, ഹോട്ടലിൽ റൂം എടുത്തു. നമ്മളവിടെ ചോദിച്ചു, റിസപ്ഷനിൽ ചോദിച്ചു അഗ്നിയായിട്ട് ബന്ധം. അപ്പോൾ പറഞ്ഞു അമ്പലത്തിന് തൊട്ടപ്പുറത്ത് കടലുണ്ട്, കടലിൽ അഗ്നി തീർത്താണ് പറയാന്ന്. ഞാൻ പറഞ്ഞു അതല്ല അത് എനിക്ക് തോന്നുന്നില്ലേ, കാരണം മനുഷ്യന്മാർ ഭഗവാനിൽ എത്തണ ഒരു സ്ഥലം ഒന്നും കൂടി പറഞ്ഞിട്ടുണ്ട്, ഇത് ഇതാവില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോയി ഡിസ്കസ് ചെയ്തു, മോളി വേണ്ടി ഡിസ്കസ് ചെയ്തു. പെട്ടെന്ന് തോന്നി ശ്മശാനാവും, കാരണം ഭഗവാൻ ശ്മശാനത്തിലിരിക്കുന്ന ആളാണ്. അപ്പോൾ വീണ്ടും ഞങ്ങൾ താഴത്തെ റിസപ്ഷനിൽ ഒന്ന് ചോദിച്ചു ശ്മശാനം ഉണ്ട് അവിടെ ചോദിച്ചു. കടലിൻ്റെ സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ 1 കിലോമീറ്റർ പോയാൽ ശ്മശാനം ഉണ്ട്. അപ്പോൾ ഏകദേശം ഒരു 11:30 കഴിഞ്ഞിട്ട് കേട്ടാ. അപ്പോൾ നമ്മൾ ഇറങ്ങി അമ്പലത്തിൻ്റെ അവിടെ എത്തി. അമ്പലമൊക്കെ അടച്ചിട്ടുണ്ട്, ആരുമില്ല. കടലിൻ്റെ അവിടെ നിന്ന് അങ്ങനെ നടക്കുമ്പോൾ ഇരുട്ടാ, ഫുള്ള് വെളിച്ചം ഒന്നുമില്ല. ഒരു 12 മണി ഹവറായിട്ടുണ്ട്. ഞങ്ങൾ പോയി ശ്മശാനത്തിൻ്റെ അവിടെ എത്തി. ഗേറ്റ് കണ്ടു, ശ്മശാനം കണ്ടു. ഗേറ്റ് ഒന്ന് ഇങ്ങനെ പിടിച്ച് ഞങ്ങൾ 4-5 പേരുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. അടുത്തത് അപ്പോൾ അവസാനം ഞാൻ പറഞ്ഞു തിരിച്ചു പോകാന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞാൻ തിരിയുമ്പോൾ അവിടെ സൗണ്ട് കിട്ടും. അപ്പം സെന്തിൽ പറഞ്ഞു അവിടെ ഒരാളിരിക്കണ്ടാന്ന് പറഞ്ഞു. എന്നാൽ പോക്കൊന്ന് ഗേറ്റൊക്കെ തുറന്ന് ഞങ്ങൾ ഉള്ളിൽ പോയപ്പോൾ ഒരു സന്യാസി അവിടെ ഇരിക്കുന്നുണ്ട്, കറുത്ത ഡ്രസ്സൊക്കെ ഇട്ട് ഒരാൾ. ആവോ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു. അപ്പോൾ ഞങ്ങൾ ഇതായി പോയിരുന്നു. എന്തിനാ വന്നതെന്ന് ചോദിച്ചാൽ ഹിന്ദിയിൽ. അപ്പോൾ എനിക്ക് ഹിന്ദി അറിയില്ല, സെന്തിലിനെ അറിയില്ല, അപ്പോഴുള്ള ആൾക്കറിയാം. അപ്പോൾ ആള് പറഞ്ഞു ഞങ്ങൾ ഭഗവാന്റെ ഡയറക്ഷൻ വിട്ട് ശിവനെ പൂജിക്കാവുന്നതാണ്. ഇരിക്കുകയെന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് ഇരുത്തി തലയോട്ടി എടുത്തു. ഒരു തലയോട്ടി ഇരിക്കുക വന്നു, അതിൽ പാലൊഴിച്ച് തന്നു. എന്നിട്ട് ആളുകളുടെ പൂജ തുടങ്ങി. ഒരു ഓം എന്നൊക്കെ പറയുമ്പോഴേ നമ്മളൊക്കെ ഇവിടുന്ന പറയാം, ഇവിടുന്ന പറഞ്ഞ സൗണ്ട്. ഒരു അരമണിക്കൂർ ആളുടെ കൂടെ ഇരുന്ന് ഞാൻ പൂജിച്ചു. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു ആളോട് വേണമെങ്കിൽ തിരിച്ചു. പിറ്റേ ദിവസം പോയപ്പോൾ അവിടെ ആരുമില്ല. പിന്നെ അമ്പലത്തിൽ തൊഴുത് കഴിഞ്ഞിട്ട് ശിവരാത്രിയുടെ അത് പോയപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് പഴനിയിലെത്തി. ഞങ്ങൾ ഒരുമിച്ച് മല കയറുക. അപ്പം എനിക്ക് ഭയങ്കര ശ്മശാനത്തിൻ്റെ മണം ഭയങ്കരമായിട്ട് പഴനി മല കയറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് പറയണമെന്നുണ്ട്. അപ്പം അടുത്തിരിക്കുന്ന എന്നോട് പറയാണ് നല്ല മണം വരുന്നുണ്ടോ ശ്മശാനത്തിൻ്റെ. ആ സമയത്ത് ഒരു ചാര എൻ്റെ നാവിലൊന്ന് വീണു. അതോടുകൂടി ആ മണം പോയി. അപ്പോൾ ഭഗവാൻ കാണിച്ച് ഞാൻ തന്നെയാണ് നിന്നെ വിട്ടത്, നീ ചെയ്തത് ശരിയാണ് എന്നുള്ള അതൊരു വല്ലാത്തൊരു അനുഭവം ഉണ്ടായൊരു സമയം. കണ്ടിട്ടില്ല ആ ഒരു സെക്കൻഡ്. ഭഗവാൻ എന്നെ അവിടേക്ക് അയച്ചു. രാത്രിയിലും ശിവരാത്രി ദിവസം ശ്മശാനത്തിൽ പൂജിക്കണം എന്ന് അയച്ചു. അവിടെ ഒരാളെ തയ്യാറാക്കി. അദ്ദേഹം എനിക്ക് വേണ്ടി വന്നു. അദ്ദേഹത്തിന് എന്തെങ്കിലും ഡയറക്ഷനിൽ വിട്ടായിരുന്നോ? ശിവഭഗവാനാണെങ്കിൽ അറിയില്ല, മതിയായിരുന്നു എന്നൊരു പ്രാർത്ഥനയുണ്ട്. എന്തായാലും വലിയൊരു ഭഗവാന്റെ ഡയറക്ഷനിൽ നടന്നതല്ല, അപ്പൊ അതിന്റെ ഒരു പവർ ഉണ്ടാവും. ഈ ഹിന്ദി അറിയില്ല എന്ന് പറഞ്ഞിട്ടോ, തൃശ്ശൂരുകാരൻ ആണ്. ഈ തമിഴ് ചാനലുകളിലൊക്കെ ഇന്റർവ്യൂ കൊടുക്കുന്നത് തമിഴിലായിരുന്നു കൂടുതൽ സംസാരിക്കേണ്ടി വരിക. തമിഴ് അറിയാമായിരുന്നോ? ഇല്ല, തമിഴിൽ ഞാൻ അങ്ങനെ വെച്ചാൽ ആൾക്കാർ വിളിച്ച് വെച്ച് കൂടുതൽ ഇപ്പോഴാണ് കേരളത്തിൽ നിന്ന് തന്നെ അറിയപ്പെട്ടിട്ടുണ്ടെങ്കിൽ. അതിന് മുമ്പ് തമിഴ്നാട്ടിൽ അറിയണം. അപ്പൊ വിളിക്കുന്ന ആൾക്കാരൊക്കെ തമിഴാണ്. അപ്പൊ പറഞ്ഞ് ഈ ചാനലിലൊക്കെ സംസാരിക്കുമ്പോ അത് ഓട്ടോമാറ്റിക്കായി ശരിയായി. അത് അങ്ങനെയായതാണ്. ഞാനതൊരു സംശയമായിരുന്നു, എങ്ങനെയാണ് ഇവരുമായിട്ടുള്ള ഈ പഴനിയിൽ ചെന്നാൽ ഇപ്പോ എങ്ങനെയാ അവിടുത്തെ അതോറിറ്റിയുമായിട്ടൊക്കെ? അത് അങ്ങനെ ഇതൊന്നുമില്ല. കാരണം എന്താ പറയുക, ഇവര് ഗവൺമെന്റ് ജീവനക്കാരല്ല, ദേവസ്വം ജീവനക്കാരൻ. ട്രാൻസ്ഫർ വരും പോകും. നമ്മളൊരാളെ പരിചയപ്പെട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും അവർ പോയി വേറെ ആൾക്കാരെ വന്നിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു കൺസ്ട്രക്ട്. പക്ഷെ അടിവാരത്തൊക്കെ പഴയ അടിവാരത്ത് ഒരുവിധം എല്ലാവരും അറിയും. എല്ലാവർക്കും അറിയാം. എന്നെ അറിയാം, എനിക്ക് അവരെ അറിയാം. കാരണം ഞാൻ അങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ട്. യാഗങ്ങളൊക്കെ നടക്കുമ്പോൾ അതിന് വേദിയാവുക എവിടെയാണ്? അപ്പൊ നമ്മള് പഴനിയിൽ 2 വട്ടം യാഗം നടത്തിയത്, പിന്നെ ഒരെണ്ണം ഉജ്ജയിലാണ് നടത്തിയത്. അല്ല, ഞാൻ ചോദിച്ചത് പഴനിയിൽ എവിടെയാണ് അതിനുള്ള യാഗവേദിയാവുക? കഴിഞ്ഞ ഒരു വട്ടം ചെയ്ത ഗിരിവീതിയിലുള്ള ഒരു മണ്ഡപത്തിലാണ് ചെയ്തത്. പക്ഷെ അന്ന് ആണ് ഞാൻ കേരളത്തിലൊക്കെ സംസാരിക്കുക. ആൾക്കാർ വന്നൊരു സ്ഥലമില്ലാണ്ടൊക്കെ ഭയങ്കര ഇതായി. ഈ പ്രാവശ്യം നമ്മൾ ചെയ്യണത് അവിടെ ഒരു സിദ്ധനാഥർ മഠം എന്ന് പറഞ്ഞിട്ടുള്ള മഠത്തിൽ വെച്ചിട്ടാണ് ചെയ്യണത്. അത് വലിയ ഒരു മഠമാണ്. 1000-ന് മേലെ ആൾക്കാരിരിക്കാം, പുറത്തും 1000-ന് മേലെ ആൾക്കാരിരിക്കാവുന്നൊരു മഠം. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഈ മുരുക ഭഗവാനുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ കുറച്ച് തീവ്രത കൂടുതലാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ശരീരത്തിലൂടെ ശൂലക്കുത്തി ഇറക്കുക, അഗ്നികുണ്ഡത്തിലൂടെ കവടിയേന്തി നടക്കുക, അതിനെപ്പറ്റി എന്താ അഭിപ്രായം? എനിക്ക് പക്ഷെ എന്നെ ഭഗവാൻ അതൊന്നും ചെയ്യിച്ചിട്ടില്ല. എന്നെ ചെയ്യിച്ചത് വളരെ സിമ്പിൾ വേ. അതായത് ആചാരങ്ങളിൽ സിമ്പിൾ, ഡ്യൂട്ടികളിൽ കുറേ ഉണ്ട്. ആചാരങ്ങൾ എന്നോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് എന്ത് ഭക്ഷണം വേണമെങ്കിൽ കഴിക്കാം. ഞാൻ എല്ലാവരോടും ചോദിക്കുമ്പോൾ എല്ലാവരോടും പറയണത് നിങ്ങൾ എന്ത് വേണമെങ്കിൽ കഴിച്ചോളൂ.
എങ്ങനെ വേണ്ടി നേരത്തെ പറഞ്ഞിട്ട് ഒരു എന്താ പറയുക, കാവ്യ വേഷം ഇടരുത്, ഗുരു എന്ന് പറയരുത്, ഗോഡ്മാൻ എന്ന് പറയരുത്. അതാണ് എനിക്ക് കിട്ടിയ ഡയറക്ഷൻ. അതുകൊണ്ട് ഞാൻ നോർമൽ ഡ്രസ്സാണ് എപ്പോഴും ഉപയോഗിക്കുക. ഞാൻ പലപ്പോഴും കൂളിംഗ് ഗ്ലാസ്സിലൊക്കെ ബീച്ചിലൊക്കെ പോയി നിൽക്കുന്ന ഫോട്ടോ എടുക്കും. കാരണം നമ്മൾ അങ്ങനെയാണ്, നമ്മുടെ സ്റ്റൈൽ അങ്ങനെയാണ് കാണിക്കുക. നമുക്ക് ഭക്ഷണം ഒന്നും പറഞ്ഞിട്ടില്ല, എങ്ങനെ വേണമെങ്കിൽ ജീവിക്കും, മിഡിലായിട്ട് ജീവിക്കുക. പക്ഷെ ഓം ശരവണ ഭവായ നമഃ, അതാണ് മുരുക എനർജി റിസീവ് ചെയ്യാവുന്ന ആൻറ്റിന. ഓം ശരവണ ഭവായ നമഃ, അതൊരു 9 ദിവസം ചെല്ലുക. പിന്നെ ഭഗവാന്റെ ഡ്യൂട്ടി മെസ്സേജ് റിസീവ് ചെയ്യുക, ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആൾക്കാർ നമ്മളെ വിളിക്കുകയാണ് അവരൊരു കാര്യത്തിന്, അത് എന്തെങ്കിലും അവരൊക്കെ സാമ്പത്തികമാവോ അസുഖമാവോ അങ്ങനെ കാര്യങ്ങൾക്ക് വിളിക്കും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പിന്നെ ഭഗവാന്റെ ഡ്യൂട്ടി മെയിൻ, അത് ഫോക്കസ് ചെയ്യുക. അപ്പൊ ഇത്തരം ആചാരങ്ങളൊക്കെ അത് ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലല്ലേ, അത് അങ്ങനെ ചെയ്യും. ഭഗവാൻ അത് ആഗ്രഹിക്കൂ. അത് ഓരോ സിസ്റ്റം ഉണ്ട്, ഓരോരുത്തർക്കും ഓരോ സിസ്റ്റം ഉണ്ട്. ഇപ്പൊ ഞാനിപ്പോ ഒരു ഉദാഹരണം പറയാം. എനിക്ക് തന്നിട്ടുള്ള സിസ്റ്റം ഒക്കെ ഈ എനർജി ഡ്യൂട്ടികളാണ്. പക്ഷേ മുരുകന് പവർ ചെയ്തിട്ട് വൈദ്യം ഭയങ്കരമായിട്ടുള്ള ചെയ്യണതാ. ആ ഒരു കാര്യം പോലെ എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. പക്ഷെ അത് പറഞ്ഞു കൊടുത്തിട്ടുള്ള ആൾക്കാരുണ്ട്. ഞാൻ വടകരയിലുള്ള ഒരു ആശ്രമത്തിനെ കുറിച്ചൊക്കെ അറിയാം. അവർക്ക് അദ്ദേഹത്തിന് ഗുരുക്കിന് അത് കിട്ടിയതൊക്കെ. അങ്ങനെ ഓരോ വിങ്ങിലും ഓരോരുത്തർക്ക് കൊടുക്കണം പോലെ വേറൊരു വിങ്ങിലാവും ഇവർക്ക് കൊടുക്കണ്ടാവും. ഇവര് നമ്മൾ ചെയ്യുന്നതിനായിട്ട് കൂടുതൽ സിംഗപ്പൂരത്തെ ആൾക്കാർ ഫുള്ളായിട്ട്, നമ്മളിന്ന് അത്ര കണ്ടിട്ടില്ലേ, സിംഗപ്പൂർ ഭയങ്കരമായിട്ട് ചെയ്യും ഇതൊക്കെ കൊളുത്തി ചെയ്യണത്. ഞാൻ മുമ്പൊക്കെ ഒരു പോലീസ് ഓഫീസറുടെ വീട്ടിൽ ആളൊക്കെ ഇത് മെയിനായിട്ട് ചെയ്യണ ആളാ കൊടുത്ത്. പക്ഷെ അതൊരു വഴിയാണ്. ആ വഴി കൂടെ അവർക്ക് ഭഗവാൻ കൊടുത്തിട്ടാവും. നമ്മുടെ വേറെ വഴിയിലൂടെ ഭഗവാനിൽ എത്താൻ പറ്റും, എത്താൻ പറ്റുമായിരിക്കും. അവർക്ക് പറ്റുണ്ടാവും, ഉറപ്പായിട്ട് പറ്റുണ്ടാവും. കാരണം അത് അവർക്ക് കൊടുത്ത വഴിയാണ്. നമ്മൾക്ക് കൊടുത്ത വഴി നമ്മൾ പോകണം. ഒന്നും തെറ്റാന്നോ ശരിയാന്ന് അങ്ങനെയല്ല. ഒരു മംഗോളിയൻ യാത്രയെ പറ്റി എവിടെയോ, മംഗോളിയ എന്ന് പറയുന്നത് ഇത് ഭഗവാന്റെ ഡയറക്ഷനിലാണ്. ഷംബാല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം. അതൊരു മിത്തായിട്ട് എല്ലാവരും പറയും. ഈ അടുത്ത് കൽക്കി സിനിമയിലൊക്കെ കാണിക്കണ്ടായിരുന്നു. ഷംബാലയിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിദ്ധന്മാര് താമസിക്കുന്ന സ്ഥലമാണ്. അവര് ഭൂമിയിൽ എന്തെങ്കിലും ഒരു ഉദ്യമത്തിൽ വരണമെങ്കിൽ ഒരു ഭൂമിയിൽ ഒന്ന് ജന്മം എടുക്കും. ആ ഉദ്യമം കഴിഞ്ഞ് തിരിച്ച് ഷംബാലയ്ക്ക് പോകും. അപ്പോൾ അത്രയും പെർഫെക്റ്റ് സോൾ ഉള്ളവർക്ക് മാത്രം എൻട്രൻസ് ഉള്ള സ്ഥലമാണ്. ഇതിൽ പല ഗേറ്റുകൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഒന്ന് കൈലാസത്തിലുണ്ട് പറയുന്നുണ്ട്, ടിബറ്റിലുണ്ടെന്ന് പറയുന്നുണ്ട്. ഭഗവാൻ എനിക്ക് കാണിച്ചത് മംഗോളിയയിൽ ഗോബി ഡെസർട്ടിന്റെ ഉള്ളിൽ അത്ര ഒരു ഗേറ്റ് വേ ഉണ്ട്. അവിടേക്ക് പോകണം എന്നാണ് പറഞ്ഞത്. എൻ്റെ പിറന്നാൾ ദിവസം പോകണം എന്നുണ്ട്. ഈ മംഗോളിയയുടെ പ്രത്യേകത പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും തണുപ്പുള്ള തലസ്ഥാനം മംഗോളിയയുടെ ഉലൻബത്താർ എന്ന് പറയും. ഏറ്റവും തണുപ്പുള്ള സ്ഥലമാണ്. -35 വരും. ഞാൻ അവിടെ ചെല്ലുമ്പോൾ -7 ആ ലെവലായിരുന്നു. അവിടുന്ന് നമ്മൾ ഈ ഉലൻബത്താറിന്ന് ഒരുപാട് യാത്ര ചെയ്യണം. 10-12 മണിക്കൂർ യാത്ര ചെയ്യുമ്പോഴേ ഗോബി ഡെസർട്ടിൽ എത്തുള്ളൂ. ഗോബി ഡെസർട്ട് എന്ന് പറഞ്ഞാൽ മണലൊന്നും ഇല്ല കേട്ടോ. നമ്മൾ അറബിയയിൽ മണൽ കാണുന്ന പോലെ മണലൊന്നുമില്ല. തുറസായ സ്ഥലം, തണുവ് ഭയങ്കരവും കാറ്റ് ഭയങ്കരവും, അങ്ങനത്തെ സ്ഥലം. നമ്മൾ ഈ പോണ റൂട്ട് 2 സൈഡും ഒന്നും ഉണ്ടാവില്ല. കുറെ ഒട്ടകങ്ങൾ മേയുണ്ടാവും, കുതിരകൾ മേയ്ക്കാൻ ആൾക്കാർ പോകുന്നുണ്ടാവും, വേറെ ഒന്നുമില്ല. പിന്നെ അങ്ങനത്തെ വീടുകൾ കണ്ടിട്ടില്ല, ഒരു പിക്നികളുടെ വീടുകൾ. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ഒരു സിദ്ധന് ഒരു വട്ടം ഇതേപോലെ ഗോബി ഡെസർട്ടിൽ നടന്നു പോകുമ്പോൾ ഒരു എനർജിയുടെ ലെവല് കണ്ടിട്ട് ഇതാണ് ശംബാലയുടെ ഗേറ്റ് വേ എന്ന് മനസ്സിലാക്കി 4 ഗേറ്റുകൾ വെച്ചിട്ടുണ്ട്. ഗേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പഠിപ്പുര പോലെ 4 ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് അവരുടെ അനുഗ്രഹം കിട്ടും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവിടുത്തെ ലോക്കൽ ആൾക്കാർ അവിടെ വന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ അവിടേക്ക് ഭഗവാന്റെ ഡയറക്ഷനിൽ ഞാൻ ആ ഒരു യാത്ര പോയി. അവിടെ ഒരു പ്രത്യേകത കൊണ്ടുണ്ട്. നമുക്ക് ഗരുഡ എനർജി, നാഗ എനർജി എന്ന് പറഞ്ഞിട്ടുള്ള 2 എനർജികൾ കേട്ടിട്ടുണ്ട്. ഗരുഡ, നാഗ, ഇവർ തമ്മിലുള്ള ശത്രുത വഴക്കൊക്കെ ഉണ്ടാവും. ശരി, ആക്ച്വലി ഇത് 2 എനർജിയാണ്. ഒന്ന് ഗരുഡ, ഒന്ന് നാഗ. നാഗ എനർജി ആത്മീയതയാണ്, സ്പിരിച്വലാണ്. ഗരുഡ അധികാരത്തിന്റെ. ഈ നാഗ എനർജി ആത്മീയത നമ്മൾ കുണ്ടലിന് 3.5 ചുറ്റി അത് ഉയർന്നു വരുമ്പോഴാണ് ആത്മീയ ഉയർന്നു പറയാൻ കാരണം അതാ. ഇത് ഏഷ്യയിൽ ധാരാളം ഉണ്ട് ഈ എനർജി. നമ്മുടെ ഇന്ത്യയിൽ നാഗാരാധനയുണ്ട്, ഡ്രാഗൺ ആരാധന ചൈനയിലുണ്ട്, ഒരുപാട് രാജ്യങ്ങളുണ്ട്. ഏഷ്യയിൽ ഈ എനർജി കൂടുതലാണ്. അതുകൊണ്ടാണ് ഒരുവിധ റിലീജിയൻസ് ഒക്കെ ഇവിടെ ഏഷ്യയിൽ നിന്നാണ് ആരംഭിച്ചിരിക്കുന്നത്. അധികാരത്തിന്റെ എനർജി കൂടുതൽ വെസ്റ്റാ. അവിടുത്തെ പതാകൾ, ഫ്ലാഗൊക്കെ എടുത്ത് നോക്കിയൊക്കെ പരുന്ത്, ഗരുഡൊക്കെ കാണും. അധികാരത്തിനാണ് അത് കൂടുതൽ. ഇത് 2 യോജിക്കുന്നത് അപൂർവ സ്ഥലങ്ങളാണ്. ഒന്ന് ഉജ്ജയിനാണ്. അതുകൊണ്ട് അവിടുന്നാണ് വിക്രമാദിത്യ മഹാരാജ് ലോകം അതെടുത്തിട്ടാണ് വന്നത്. ഇവിടെ മംഗോളിയ എത്ര സ്ഥലമാണ്. അവിടുന്നാണ് ചെങ്കിസ് ഖാൻ എന്ന് പറഞ്ഞ ലോകം വിറപ്പിച്ച ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ കഥയിൽ പോലും അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിൽ അച്ഛൻ മരിച്ച് അമ്മേനെയൊക്കെ ആട്ടി ഓടിക്കും. അവസാനം ഒരു പർവ്വതത്തിന് അവിടെ നിന്ന് സ്വർണ്ണ ചാട്ടവാറ് കിട്ടും. അതിനുശേഷമാണ് അദ്ദേഹം രാജാവായിട്ട് വളർന്നത്. അവിടെ അവരൊരു വിഗ്രഹം വെച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന് വലിയൊരു വിഗ്രഹം വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ 2 എനർജി യോജിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് അവിടെ. അപ്പോൾ അവിടെ പോയി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ യാത്ര ചെയ്ത് പോയി. അന്ന് പിറന്നാൾ ദിവസം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വന്നൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇതേപോലെ ഓരോ എനർജി പ്ലേസിലേക്ക് നമ്മൾ ജപ്പാനിലൊരു മലയുണ്ട്. അതൊരു രസമായ കാര്യം. നേരത്തെ പറയാ ഹിസ്റ്ററിയിൽ എനർജിക്ക് എത്ര ഇമ്പോർട്ടൻ്റ് എന്നുള്ളതാണ്
ഒരു ഇമ്പോർട്ടൻ്റ്. ജപ്പാനിലെ ക്യോട്ടോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് യാത്ര പോണത്. അവിടെ ഗുരു ബാബാജിയുടെ എനർജി ഇരിക്കുന്ന സ്ഥലമാണ്. മുരുകയോഗത്തിൽ ലോക സമാധാനത്തിന് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനമാണ് ഉണ്ടാവുക. അപ്പോൾ ബാബാജിയുടെ പറങ്കിപ്പേട്ടാണ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം. പ്രാർത്ഥിച്ചിട്ട് ക്യോട്ടോയിൽ പോയി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടാണ് പോണത്. ക്യോട്ടോയിൽ പോയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ക്യോട്ടോയുടെ ഒരു പ്രത്യേകതയുണ്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ആറ്റം ബോംബ് ഇടാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്ത സ്ഥലം ക്യോട്ടോയായിരുന്നു. പക്ഷേ അത് ഒപ്പിടുന്ന ആള്, സിഗ്നേച്ചർ അതിന് കീഴിൽ ഒപ്പിടുന്ന ആള് ഹണിമൂൺ ചെലവഴിച്ചിട്ട് ഈ ക്യോട്ടോല. ആ നഗരം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടുകൊണ്ട് അത് വെട്ടിയിട്ടാണ് ഹിരോഷിമ നാഗസാക്കി ആക്കിയത്. ഒരു എനർജി ചരിത്രത്തിനെ മാറ്റിമറിക്കണതിൻ്റെ വേറൊരു ഉദാഹരണം കൂടിയാണ്. അവിടെയാണ് ബാബാജിയുടെ എനർജി ഇരിക്കുന്നത്. ഞാൻ ആ ക്യോട്ടോല ഇനാരി ഷ്രൈൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോയിട്ട് പ്രാർത്ഥിച്ച് വന്നു. ഇത്രയും യാത്ര ഇംഗ്ലണ്ടിലുണ്ട് 2 സ്ഥലം. ഒരു സിൽബറി ഹില്ലുണ്ട്, ഡ്രാഗൺ ഹില്ലുണ്ട്. അങ്ങനത്തെ കുറേ എനർജി പോയിന്റിലൂടെ യാത്രകൾ തുടരുകയാണ്. ഈ സംഭാഷണത്തിന് ശേഷം വീണ്ടും ഒരു യാത്ര പോകും. ഇന്ന് സിംഗപ്പൂർ ആണ്. കുറച്ച് കഴിഞ്ഞ് സിംഗപ്പൂരാണ്. കാരണം സിംഗപ്പൂർ ഞാൻ പറഞ്ഞല്ലോ, താവോയിസ്റ്റ് ഗ്രൂപ്പുകൾ നമ്മൾ യാഗത്തിന് ക്ഷണിച്ചു. അപ്പൊ അവരുടെ ഫംഗ്ഷന് എന്നെയും വിളിക്കുന്നുണ്ട്. അപ്പൊ അവര് ഗസ്റ്റ് വിളിച്ചു. അപ്പൊ ആ ചരിത്രം റിപ്പീറ്റ് ചെയ്യാണ്. ആ എനർജി ഭാരതത്തിന് ശക്തിയായിട്ട് വരും. അപ്പം ചരിത്രം തുടരട്ടെ, യാത്രകൾ തുടരട്ടെ. അങ്ങയുടെ പ്രാർത്ഥനകളിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തുക. തീർച്ചയായും. ഞങ്ങളുടെ പ്രേക്ഷകരെയും ഉൾപ്പെടുത്തുക. തീർച്ചയായും. സന്തോഷം. ഇനിയും കാണണം. തീർച്ചയായും.